ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് മാർച്ച് 1 ആണ്. നാളെ ഒരു ദിവസവും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് എനിക്ക് യൂസ്ഫുൾ ആയിരുന്ന കുറച്ച് ലാസ്റ്റ് മിനിറ്റ് ടിപ്സ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതേ കാര്യമേ ഞാൻ പറയാം. നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്, ആൻഡ് ആ ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. എന്നോട് ചില ആൾക്കാരൊക്കെ ചോദിച്ചു, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മാർക്ക് തരുമോ, ആൻഡ് 7 മാർക്സിൻ്റെ 2 എഴുതിയാൽ മാർക്ക് കിട്ടുമോ, അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ബേസിക്കലി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എക്സ്ട്രാ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയാൽ മാർക്ക് വെറുതെ തരുന്നതല്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പം ആവശ്യത്തിന് എല്ലാ ക്വസ്റ്റ്യനും എഴുതി, ആൻഡ് ചില ക്വസ്റ്റ്യനൊക്കെ തെറ്റി, വേറെ സെക്ഷനിൽ ചില ക്വസ്റ്റ്യൻസൊക്കെ തെറ്റി. 1 മാർക്കിൻ്റെ 5 സെക്ഷനിൽ ഒരു 3 ക്വസ്റ്റ്യൻ തെറ്റിയെന്ന് വെച്ചു, ആൻഡ് 3 മാർക്കിൻ്റെ സെക്ഷനിൽ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഉള്ള 3 മാർക്സ് പോയോണ്ട് ഈ ഉള്ള 3 മാർക്സ് എടുക്കും. അങ്ങനെയൊന്നുമല്ല, സെക്ഷൻ അനുസരിച്ചാണ് എക്സ്ട്രാ ക്വസ്റ്റ്യന് മാർക്ക്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ഒരു സെക്ഷനിൽ 5 ക്വസ്റ്റ്യൻ ഉണ്ട്. 5 ക്വസ്റ്റ്യനിൽ 4 എഴുതിയാൽ മതി, ഒരെണ്ണം നമുക്ക് സ്കിപ്പ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം 4 ക്വസ്റ്റ്യൻ എഴുതി, 5ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കറിയാം എങ്കിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയെന്ന് വെക്കുക. അപ്പോൾ നമ്മൾ ഈ 4 ക്വസ്റ്റ്യൻ എഴുതിയല്ലോ, ഈ 4 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് മാർക്ക് കുറയാണ്, ആൻഡ് നമ്മൾ ഓർ എഴുതിയ ക്വസ്റ്റ്യന് മാർക്കുണ്ടെങ്കിൽ അവിടെ കൺസിഡർ ചെയ്യുന്നത് ഓർ ക്വസ്റ്റ്യൻ്റെ മാർക്കാണ്. അങ്ങനെയാണ് ഓർ ക്വസ്റ്റ്യൻ്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് കുറേ പേരൊക്കെ ഇപ്പോഴും എനിക്ക് കമൻ്റ് ഇടുന്നുണ്ട്, ഇതുവരെ ഒന്നും തുടങ്ങിയിട്ടില്ല, എന്ത് ചെയ്യും എന്നൊക്കെ. ഇതുവരെയും ഒന്നും തുടങ്ങിയില്ല. നാളെയും കൂടി ഒരു ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമാണ്. ഇതുവരെയും ഒന്നും തുടങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പോലെ കഷ്ടപ്പെടേണ്ടി വരും. നല്ല പോലെ കഷ്ടപ്പെടേണ്ടി വരും. ഉറക്കമൊക്കെ കളഞ്ഞ് നല്ല പോലെ തലയും കുത്തി നിന്ന് പഠിക്കേണ്ടി വരും, സത്യം പറയാമല്ലോ. കാരണം അത്രയും നമുക്ക് കവർ ചെയ്യാനുണ്ട്. ആൻഡ് ഞാൻ നിങ്ങൾക്കത് പറ്റില്ല, ഇനിയുള്ള ദിവസം പഠിച്ചാലും ഫുൾ A+ കിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഇമ്പോസിബിളാണ്, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഭയങ്കരം കഷ്ടപ്പാടായിരിക്കും, നല്ലപോലെ ഹാർഡ് വർക്കൊക്കെ ചെയ്യേണ്ടി വരും ഇതുവരെ ഒന്നും പഠിക്കാത്തവർ. അപ്പം നിങ്ങൾ എന്നാണോ ഈ വീഡിയോ കാണുന്നത്, ഇന്ന് മുതലെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ എക്സാമിൻ്റെ ഗ്യാപ്പിൽ പഠിക്കാം എന്നും പറഞ്ഞൊന്നും ഇരിക്കരുത്. ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക പഠിക്കാൻ. ആൻഡ് നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് നമ്മൾ നമുക്കറിയാത്ത സംഭവങ്ങളൊന്നും പഠിക്കാൻ പോകരുത്, അറിയാത്തൊന്നും പഠിക്കരുത്. നമ്മൾ പഠിച്ചതൊക്കെ ഓൾറെഡി ഉള്ളത് റിവൈസ് ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങളിൽ റിവിഷനാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ആൻഡ് ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ പഠിച്ചതാണെന്നും വിചാരിച്ച് പഠിച്ചതാണല്ലോ ഇനി ആ പോർഷനൊന്നും നോക്കണ്ടെന്നും പറഞ്ഞൊന്നും ഇരിക്കരുത്. റിവിഷൻ എന്നുള്ളൊരു സംഭവം ഇല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്കറിയാമായിരിക്കാം, പക്ഷെ നമുക്കത് എഴുതാൻ വേണ്ടി കിട്ടില്ല, അങ്ങനെ വരും. അപ്പോൾ ഇനിയുള്ള ദിവസം നല്ലപോലെ റിവിഷൻ ചെയ്യുക. പുതിയ ടോപ്പിക്സ് ഇനിയുള്ള ദിവസം പഠിക്കാൻ ശ്രമിക്കാതിരിക്കുക, കൂടുതലും ശ്രമിക്കാതിരിക്കുക. കാരണം നമ്മൾ പുതിയൊരു ടോപ്പിക്ക് പഠിക്കാൻ നമുക്കത് നമ്മൾ പഠിക്കാൻ സമയത്ത് നമുക്കൊരു പ്രഷറും കൂടെ ഉണ്ട്. എന്ന് വെച്ചാൽ എക്സാമായി പെട്ടെന്ന് പഠിച്ചു തീർക്കണം എന്നുള്ളൊരിതിൽ നമുക്ക് ചിലപ്പോൾ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ ടെൻഷനൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം എന്നുള്ള സംഭവങ്ങളെല്ലാം നല്ലപോലെ റിവൈസ് ചെയ്യുക ഈ ഉള്ള ദിവസങ്ങളിൽ. ആൻഡ് ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുമ്പം സബ്ജക്ട്സിനൊക്കെ ടൈം മാനേജ്മെൻറ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിരുന്നു, നമ്മൾ എഴുതി പഠിക്കുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. ഇനിയുള്ള ദിവസം സമയമില്ല, അപ്പോൾ മാക്സിമം നിങ്ങൾ ഭയങ്കര നല്ല സ്പീഡിൽ എഴുതാൻ ശ്രമിക്കുക. ഇനിയുള്ള ദിവസം നമുക്ക് എഴുതി പ്രാക്ടീസ് ചെയ്യാനൊന്നും സമയമില്ല. അപ്പോൾ എഴുതുന്ന സമയത്ത് നല്ലപോലെ മാക്സിമം സ്പീഡിൽ എഴുതാൻ ശ്രമിക്കുക. ആൻഡ് എഴുതുന്ന ആ ഒരു സമയത്ത് ആരെയും തിരിഞ്ഞു നോക്കാനും ഒന്നും പോകരുത്. നമ്മൾ ഒരു എക്സാം ഹോളിൽ നമ്മുടെ ചുറ്റും എന്ത് നടന്നാലും നമ്മൾ എണീറ്റ് നോക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ പേപ്പറിൽ തന്നെ നോക്കി എഴുതുക. അതാണ് ലാംഗ്വേജിനൊക്കെ ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സംഭവം. ആൻഡ് ലാംഗ്വേജിന് നമുക്ക് ആലോചിച്ചിരിക്കാനുള്ള സമയമില്ല. ആലോചിച്ച് ക്വസ്റ്റ്യൻ അങ്ങനെയാണ് എഴുതുന്ന പോയിന്റ് എഴുതണം. നമ്മൾ എഴുതുന്നതിനിടയ്ക്ക് നമുക്ക് ആലോചിക്കാനുള്ള സമയം
കിട്ടില്ല. അങ്ങനെ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ എഴുതാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ ആ കൂൾ ഓഫ് ടൈമിൽ നല്ലപോലെ ക്വസ്റ്റ്യൻ വായിക്കുക. ആൻഡ് പോയിൻറ്റ്സൊക്കെ അപ്പോൾ തന്നെ ആൻസറൊക്കെ അപ്പോൾ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക നമ്മുടെ മനസ്സിൽ. ഇന്ന പോയിൻ്റ് എഴുതണം, ഇതെഴുതണം. അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു കണക്കുകൂട്ടൽ നമുക്ക് ഉണ്ടായിരിക്കണം. ഇന്നത് ഇതിലെഴുതാം, അതെഴുതാം എന്നൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ ആ ഒരു കൂൾ ഓഫ് ടൈമിൽ നമ്മൾ റെഡിയാക്കി വെക്കണം. ആൻഡ് മലയാളം ഫസ്റ്റ് എക്സാം നിങ്ങൾക്ക് മലയാളമാണ്. അപ്പോൾ നല്ലപോലെ മലയാളം പഠിക്കുക. ഇന്നത്തെ ഇനിയും കുറച്ചൊരു ഹാഫ് ഡേ പോലും ഇല്ലല്ലോ. ഇന്നത്തെ ഒരു ദിവസം യൂസ് ചെയ്താലും കുഴപ്പമില്ല. നല്ലപോലെ മലയാളം പഠിക്കുക. നമുക്ക് ഫസ്റ്റ് എക്സാമാണ്. ഫസ്റ്റ് എക്സാം നമ്മൾ നല്ലപോലെ എഴുതിയില്ല എങ്കിൽ ബാക്കിയുള്ള എക്സാമിനേക്ക് പഠിക്കാനുള്ള കോൺഫിഡൻസും എല്ലാം നമുക്ക് പോകും. അതുകൊണ്ട് തന്നെ മലയാളം നല്ലപോലെ പഠിക്കുക. ചാപ്റ്റേഴ്സൊക്കെ നല്ലപോലെ വായിക്കുക. നോട്ട്സൊക്കെ നല്ലപോലെ വായിക്കുക. ആൻഡ് ആരൊക്കെയാണ് എഴുതിയത് എന്നുള്ളതൊക്കെ പഠിച്ചു വെക്കുക. ആൻഡ് അങ്ങനെയൊക്കെ ചെയ്യുക. ആൻഡ് എനിക്ക് ഒരാൾ കമൻ്റ് ഇട്ടിരുന്നു, IT എക്സാം ഓൾറെഡി കഴിഞ്ഞു, പക്ഷെ എന്നാലും ഒരു പേടിയുണ്ട്. കാരണം 2 സേവ് ചെയ്തിട്ടില്ല. അപ്പം A+ കിട്ടുമോ ഇല്ലയോ എന്ന് പേടിയുണ്ടെന്നൊരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു. അങ്ങനെ ഒന്നും പേടിക്കണം. നമ്മുടെ കഴിഞ്ഞു പോയ എക്സാമാണ്. ആൻഡ് നിങ്ങൾ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ട് സേവ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ആ സേവ് ചെയ്യാത്ത ആ പ്രൊജക്റ്റ് ടീച്ചറിനെ കാണിക്കണം. അപ്പോൾ നമ്മളൊരു ഇത് ചെയ്തു, അപ്പോൾ നമ്മൾ ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് വിളിച്ച് ടീച്ചറിനെ കാണിച്ച് കൊടുക്കുകയായിരുന്നു വേണ്ടത്. അപ്പം നിങ്ങൾ അങ്ങനെയും ചെയ്തിട്ടില്ല എങ്കിൽ ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ അതിനെ ആലോചിച്ചിരുന്നാൽ നമ്മുടെ ബാക്കിയുള്ള സബ്ജക്ട്സിൻ്റെ മാർക്സാണ് പോകുന്നത്. അപ്പം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടീച്ചറിനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ മാർക്കിടും. ടീച്ചറൊന്നും പറഞ്ഞില്ലെന്നാണ് കമൻ്റ് എന്ന് തോന്നുന്നു. അപ്പോൾ ടീച്ചർ കണ്ട് കാണും. ടീച്ചർ അതിനുള്ളത് മാർക്കിട്ട് കാണും. അപ്പം അതിനെക്കുറിച്ച് ഇനി ആലോചിച്ചിരിക്കരുത്. ഇനിയുള്ള നിങ്ങളുടെ മുമ്പോട്ടുള്ള സബ്ജക്ട്സിനെ ഫോക്കസ് ചെയ്യുക. നല്ലപോലെ റിവൈസ് ചെയ്യുക. നല്ലപോലെ പഠിക്കുക. നിങ്ങളെക്കൊണ്ട് എല്ലാവർക്കും ഫുൾ A+ വാങ്ങിക്കാൻ സാധിക്കട്ടെ. എൻ്റെ എല്ലാ വിഷസും എല്ലാം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.